സത്യത്തിൽ എന്തിനായിരിക്കും അനീഷ അനുമോളെ ഈ ഒരു ലാസ്റ്റ് ഒരു മൊമെൻറ്റിൽ പ്രപ്പോസ് ചെയ്തതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇത് അനീഷിൻ്റെ ഒരു തന്ത്രമായിരിക്കുമോ, ലാസ്റ്റ് വീക്കിലും ഒരു കണ്ടന്റ് കൊടുക്കാനുള്ളൊരു ഇതായിരിക്കുമോ? എന്തായാലും അനുമോള് ഭയങ്കര സങ്കടപ്പെട്ടിരുന്ന സമയത്ത് അനുമോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിരുന്നത് അനീഷ തന്നെയാണ്. പിന്നെ ഒരു ക്രഷിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ സപ്പോർട്ടിനായിട്ട് കൂടെ ചെല്ലുന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മുതലേ അനുമോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ അനീഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രഷ് പറയുന്നതിനൊക്കെ മുമ്പേ തന്നെ അല്ലേ. അപ്പോൾ ലാസ്റ്റ് അനുമോളെ കുറച്ച് ഫണ്ണിയാക്കാൻ വേണ്ടി കുറേ ലവിൻ്റെ കുറേ എക്സ്പ്രസ് ചെയ്തപ്പോൾ ചിലപ്പോൾ ആൾ തെറ്റിദ്ധരിച്ചതാവാം. എന്നാലും അനീഷിൻ്റെ ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അനുമോൾ നോ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ പറഞ്ഞാൽ മൊത്തം നോ ആയിരുന്നു. അതോടെ അനീഷ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് അനുമോളെ തന്നെയാണ് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്. രാവിലെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ വൈകുന്നേരം ഇപ്പോൾ ജയിലിലോട്ട് പോകാനായിട്ട് പറഞ്ഞു വിടുകയാണ്. പക്ഷെ അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നൂറയോട് ചോദിച്ചൊക്കെ നമ്മൾ കേട്ടില്ല, അനുമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അനുമോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അനുമോൾ ചെയ്ത തെറ്റ് അനുമോൾ മാത്രമാണ് ഇവിടെ ഒക്കെ ചെയ്തിരിക്കുന്നത് നൂറയോടെ എഴുന്നേറ്റ് എന്ന് ചോദിച്ച ഒരാളാണ് അനീഷ്. ആ അനീഷ് പെട്ടെന്ന് ഇങ്ങനെ പ്ലേറ്റ് മറിക്കുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. ഒരു നോ അനുമോൾ പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഇത്രയും ഒരു എന്തോ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളത്തെ ദിവസം തന്നെ അനീഷിൻ്റെ തനി എന്താണ്, ഡ്രാമയാണോ പ്രാങ്കാണോ അതോ സീരിയസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. അവരൊരു ബ്രദർ സിസ്റ്റർ അത് മതിയായിരുന്നല്ലേ. പിന്നെ മനുഷ്യൻ്റെ മനസ്സല്ലേ, പറയാൻ പറ്റത്തില്ല. ഇതിന് കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു കോംബോ ഗൈസ്? എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പ് ചെയ്യണേ ഗൈസ്. താങ്ക്